നാലാമത്തെ നോമ്പിൻ്റെ അന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നദക്കുട്ടി ഇവിടെ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ വന്നതാണ്. അപ്പം പിന്നെ കെൻസും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോമ്പ് തുറക്കാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. അപ്പോൾ കുക്കിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഹൽദി ബുട്ടിക്കിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ വാറങ്കോട് AM മോട്ടോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹൽദി ബുട്ടിക്കിൻ്റെ സ്റ്റോർ ഉള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് ഹൽദി ബുട്ടിക്കിൽ പോയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ഉള്ളൊരു ഷോപ്പാണ്. പിന്നെ ഇവരുടെ ഷോപ്പിൽ 3XL, 4XL, 5XL ആ ഒരു സൈസിലുള്ള കളക്ഷൻസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ നല്ല നല്ല ചുരിദാറൊക്കെ ഇവരുടെ ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ചുരിദാർ സെറ്റ്. അപ്പോൾ നല്ല ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന ദുപ്പട്ട ഉണ്ട്. അതുപോലെ തന്നെ ഒരു ലൈം ബ്ലൂ കളറിൽ വരുന്ന ഒരു ചുരിദാറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാർ നോമ്പിന് മുന്നേ ഒരു ഇനോഗ്രേഷൻ്റെ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു 2 ദിവസം മുന്നേ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഒരു ചെറിയൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട്. പിന്നെ ഫ്ലോറൽ പ്രിൻറ്റുമാണ് വരുന്നത്. പിന്നെ ടോപ്പിൽ ലേസ് വർക്കാണ്. പിന്നെ ഇപ്പോൾ ഈദിൻ്റെ ഭാഗമായിട്ട് ഹൽദി ബുട്ടിക്കിന്ന് 5000 റുപ്പീസിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സി ബാഗ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈദിനൊക്കെ നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഹൽദി ബുട്ടിക്കിലൊക്കെ പോയി നോക്കുക. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വാറങ്കോട് AM മോട്ടോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റൈസാണ് ഉണ്ടാക്കുന്നത്. മധുഹൂത്ത് എന്ന് പറയുന്നിട്ടുള്ള ഒരു അറബിക് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ ഒരു പാസ്ത കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഷവർമ പയ്യും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം പാസ്ത ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഇനി ഷവർമ പൈക്ക് വേണ്ടിയിട്ടുള്ള ഡോ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മുട്ട, കുറച്ച് പഞ്ചസാര, ഇളം ചൂടിലുള്ള കുറച്ച് പാല്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ 2 ടേബിൾ സ്പൂണോളം ഈസ്റ്റ്. ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മൈദപ്പൊടി 4 കപ്പോളാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കണം. ഇനി ഇത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴേക്കും ഇതാ പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം വേവാതെ ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകരുത്. ഇതിന് മുകളിൽ നല്ലോണം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത്. ഇനി മധുഹൂത്തിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ സ്കിന്നുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ചിക്കൻ 4 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി സ്കിന്നില്ലാത്ത ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിവിടെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മളുടെ ഡോ അവിടെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ടോപ്പൊക്കെ പൊങ്ങി പോന്നിട്ടുണ്ട്. ഇനി ഷവർമ പൈയിലേക്കുള്ള
ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഷവർമയ്ക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ ഉള്ള ഒരു മിക്സാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഈ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാലപ്പൊടി, ചെറിയ ജീരകം, തൈര്, പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അവിടെ ഷവർമ പൈയിലേക്കുള്ള തൂമ് റെഡിയാക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് തൂമ് ആവശ്യമുണ്ട്. മുട്ടയും അതുപോലെ തന്നെ വിനാഗിരി, സൺഫ്ലവർ ഓയിൽ, പിന്നെ വെളുത്തുള്ളി, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുള്ള നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ആ ഒരു സോസാണ് ആവശ്യമുള്ളത്. ഇതാ ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പാസ്ത വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഒന്ന് സ്ക്യൂവറിലൊന്ന് ഇങ്ങനെ കോർത്തെടുക്കണം. അപ്പോൾ ഷേസൈൻ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നദൻ്റെ ഉമ്മ ഷെയ്ൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പം ഇപ്പം ഇനി 2 ദിവസം കഴിഞ്ഞാൽ വരും, ഇവിടെ നമ്മളുടെ വീട്ടിൽ തന്നെ തിരിച്ചു വരും എക്സാമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഉമ്മയും ഷേസൈൻ അതേം കൂടെ അതൊന്ന് കുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ കുത്തിയെടുക്കുകയാണ്. ഈ സ്ക്യൂവർ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇപ്പോൾ പാസ്തയ്ക്ക് അതായത് ഇതുപോലെ സ്ക്യൂവറിൽ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേവ് കൂടാതെ നോക്കണം എന്ന് പറഞ്ഞത്. വേവ് കൂടിക്കഴിഞ്ഞാൽ അത് പൊട്ടി ഇങ്ങനെ പോരും. അപ്പോൾ ഇനി സ്ക്യൂവറിന്മേൽ കുത്തി വെച്ചിട്ട് ഇനി ബാക്കിയുള്ള പരിപാടികൾ കാണിച്ചു തരാം. അപ്പോൾ അതിനിടയിൽ ഓരോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതവിടെ നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട്. ഷേസിൻ്റെ അതൊക്കെ ഇവിടെ ഓരോ പണികളിലാണ്. അപ്പോൾ അവർ മുഹബത്ത് ഷർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഷെസിനും ഇതവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷെസിന് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അവനതവിടെ ചിക്കനൊക്കെ ഇളക്കുന്നുണ്ട്. ഇനി നമുക്ക് മധുഹൂത്ത് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നെയ്യുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ബേ ലീഫും ചേർത്തിട്ടുണ്ട്. പിന്നെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത് 1 കിലോഗ്രാം റൈസിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ, ബ്രൗൺ കളറായി വരണം. നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള റൈസ് ഒന്ന് ഊറ്റിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇത് ഷവർമ പൈയിലേക്കുള്ള സവാളയാണ് കേട്ടോ. ഇതിങ്ങനെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2 സ്നാക്കിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ആവശ്യമുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളുടെ ഷവർമ പൈയിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തു. എന്നിട്ട് അധികം ഒന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തൂമുണ്ടല്ലോ, അത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഷവർമ പൈയിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മധുഹൂത്തിലേക്കുള്ള സവാളയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ 2 ഡ്രൈ ലെമൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കൻ മാഗി ക്യൂബാണ്, 4 ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അറബിക് മസാല പൗഡറാണ് ചേർക്കുന്നത്, അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 4 തക്കാളി ഒന്ന് അരച്ചിട്ട് ചേർക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ 4 തക്കാളി അരച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് റൈസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു പാത്രത്തിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമുക്ക് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരാനുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വേവട്ടെ ചിക്കൻ. ഇപ്പോൾ വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം എന്നില്ല. ഞാൻ വിസിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഒരു ഹാഫ് വേവാകുമ്പോഴത്തേക്കും നമുക്ക് പാസ്തയുടെ ഈ ഒരു പണിയൊന്ന് തീർത്ത് വെക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മുകളിൽ പിസ്സ സോസോ അല്ലെങ്കിൽ പാസ്ത സോസോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക 2 വശങ്ങളിലും ആയിട്ട്. ഇനി ഇതിന് മുകളിൽ മൊസറല്ല ചീസും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഇതൊന്ന് ചീസ് മെൽറ്റ് ആവുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ സ്നാക്ക് റെഡിയാവും. അപ്പോഴേക്കും ഇതാ ചിക്കനൊക്കെ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. റൈസ് ഇട്ടതിന് ശേഷം ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ നമ്മളുടെ നോമ്പ് തുറക്കാനുള്ള ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മളുടെ ഷവർമ പായുടെ ഡോക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു ട്രേയിലേക്ക് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കളറും സ്ട്രക്ചറൊക്കെ കിട്ടുള്ളൂ. അപ്പം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പാസ്തയും ഓവനിൽ വെക്കണം, അതുപോലെ തന്നെ ഇതും ഓവനിൽ വെക്കണം. അപ്പോൾ പാസ്തയാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ട് ഓവനിൽ വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ ആ ഒരു സ്ക്യൂവർ ഉള്ളതുകൊണ്ട് തന്നെ പാനിൽ വെച്ചിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ പാനിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷവർമ മിക്സ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും ഒരു മൈദയുടെ ഈ ഒരു ഡോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട ഉടച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് അതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പക്ഷേ അതൊക്കെ ഭംഗി ഉണ്ടാവുക നമ്മൾ ഓവനിൽ ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മളുടെ പാസ്തയും ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു ചീസ് മെൽറ്റ് ആവുന്നവരെ മാത്രം ബേക്ക് ചെയ്തെടുത്താൽ മതി. നമ്മളുടെ മധുഹൂത്ത് റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മധുഹൂത്ത് ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിലാണ് കേട്ടോ ഉണ്ടാവുക. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു റൈസല്ല, ലൂസായിട്ടാണ്. ചിക്കനും അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് റെഡിയായി. നമ്മളുടെ പൈ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ മുകളിലൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് നിൽക്കണം. ഇതിപ്പോൾ അത്ര തന്നെ എനിക്ക് വേവിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ഓവനിലാണെങ്കിൽ മുകളിൽ നിന്ന് നമുക്ക് ഹീറ്റ് കിട്ടുന്നതുകൊണ്ട് അത് നല്ലോണം ബ്രൗൺ കളറായി വന്നോളും. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് ഇതാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇഷ്ടമായിട്ടില്ലെങ്കിലും പറയാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ.
അപ്പം ഞാനിതിൻ്റെ ചില റെസിപ്പീസൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷബ്ന ഹാസ്കർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.